എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഓസോൺ പാളിയെക്കുറിച്ചാണ്. ഈ സെപ്റ്റംബർ 16 ഒരു ലോക ഓസോൺ ദിനം കൂടി കടന്നുപോയിരിക്കുന്നു. ഓസോൺ എന്താണെന്നും ഓസോൺ പാളിയുടെ പ്രാധാന്യം എന്താണെന്നും നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ദിനം കടന്നുപോയി. ഇന്നത്തെ ലെക്ചറിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഓസോൺ ലെയർ എന്നും എങ്ങനെയാണ് ഓസോൺ ലെയർ ഫോം ചെയ്യുന്നത്, അതിൻ്റെ നശീകരണത്തിന് കാരണമായ വസ്തുക്കൾ എന്തൊക്കെ, എങ്ങനെയാണ് ഓസോണിന് നാശം സംഭവിക്കുന്നത്, പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്, ഓസോൺ പാളിയുടെ പ്രാധാന്യം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ലെക്ചറിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓസോൺ ലെയർ എൻ അംബ്രല്ല ടു അവർ മദർ എർത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങളുടെ ഒരു ഔട്ട്ലൈൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓസോൺ ഫോർമേഷൻ എങ്ങനെയാണെന്നും, രണ്ട് തരം ഓസോൺ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അടുത്തും പിന്നെ ട്രോപ്പോസ്ഫിയറിലായിട്ടും സ്ട്രാറ്റോസ്ഫിയറിലായിട്ടും നമുക്ക് ഓസോൺ കാണാൻ സാധിക്കും. അപ്പോൾ അതെന്താണെന്നും എന്താണ് തമ്മിലുള്ള രണ്ട് ഓസോൺസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും നമുക്ക് കാണാം. പിന്നെ എന്താണ് ഈ ഓസോൺ ലെയർ, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ, അതിൻ്റെ പ്രാധാന്യം എന്താണ്, പിന്നെ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ODS, ഓസോൺ പാളിയെ നശിപ്പിക്കാൻ കാരണമായ വസ്തുക്കൾ എന്തൊക്കെ, പിന്നെ എങ്ങനെയാണ് ഓസോൺ പാളിക്ക് നാശം സംഭവിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഓസോൺ പാളിയുടെ നശീകരണം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ലെക്ചറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് നാസയിൽ അവരുടെ ഒരു സാറ്റലൈറ്റ് ഇമേജറിയാണ്. ഇപ്പോൾ 21 സെപ്റ്റംബർ 2021 എടുത്തിരിക്കുന്ന ഈ ഇമേജറി കാണിച്ചിരിക്കുന്നത് അന്റാർട്ടിക് പോളാണ്. നമുക്കറിയാം ഓസോൺ ഹോൾ ഫോം ചെയ്തിരിക്കുന്നത് അന്റാർട്ടിക്ക റീജിയനിലാണെന്ന് കേട്ടിരിക്കുമല്ലോ. അപ്പോൾ ഈ അന്റാർട്ടിക് റീജിയനിൽ കാണുന്ന ആ ഓസോൺ ഹോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഓസോൺ ഹോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇതൊരു ഹോൾ പോലെയുള്ള എന്തെങ്കിലും ആണെന്ന്. അത് എവിടെയാണോ ഓസോണിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ സാന്ദ്രത കുറവുള്ള ഭാഗങ്ങളെ ആണ്, ആ ഭാഗങ്ങളായിരിക്കും കൂടുതൽ സൂര്യരശ്മികൾ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ സാന്ദ്രത കുറവുള്ള ഭാഗങ്ങളെയാണ്, ഒരു പരിധിക്ക് വിട്ട് സാന്ദ്രത കുറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാഗങ്ങളെയാണ് ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു ഹോൾ ആയിട്ടൊന്നുമല്ല കാണുന്നത്. ഓസോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിലെ ഓക്സിജൻ തന്മാത്രകളിൽ ശക്തിയേറിയ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് പതിക്കുമ്പോൾ ആ ചൂട്, ആ ഹീറ്റിന്റെ എഫക്റ്റ് കാരണം കൊണ്ട് ഓക്സിജൻ രണ്ട് ആറ്റംസ് ആയിട്ട് വിഘടിക്കുന്നു. ഈ വിഘടിച്ച ഓക്സിജൻ ആറ്റംസ് വീണ്ടും ഒരു ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് O3 എന്ന് പറയുന്ന ഓസോൺ ഫോം ചെയ്യുന്നത്. ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഓസോൺ. ഈ ഓസോൺ വീണ്ടും വിഘടിക്കുന്നുണ്ട്. അൾട്രാ വയലറ്റ് രശ്മികൾ കാരണം കൊണ്ട് തന്നെ ഓസോണിന്റെ വിഘടനം സംഭവിച്ച് വീണ്ടും ഓക്സിജന്റെ ആറ്റമായിട്ടും പിന്നെ ഓക്സിജൻ O2 തന്മാത്രകളായിട്ടും മാറുന്നുണ്ട്. ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു.
അതിന്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം കൊണ്ടാണ് ഇപ്പോ ഇതില് ഓസോണിന്റെ വിഘടനം മാത്രമാണ് സംഭവിക്കുന്നത്. തിരിച്ച് ഓക്സിജൻ ആറ്റംസുമായിട്ട് ചേർന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നടക്കുമ്പോഴാണ് അവിടെ ഒരു ഓസോണിന്റെ പുതിയതായിട്ടുള്ള ഓസോൺ മോളിക്യൂൾസ് ഉണ്ടാവാതിരിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോഴാണ് അവിടെ ഓസോൺ ഡിപ്ലീഷൻ ഓസോണിന്റെ അഭാവം ഉണ്ടാകുന്നത്. അത് നമുക്ക് ഇനി വരുന്ന സ്ലൈഡുകളിൽ കാണാം എങ്ങനെയാണ് ഓസോണിന് ഡിപ്ലീഷൻ അതിന്റെ നശീകരണം സംഭവിക്കുന്നത്. ഈ പ്രോസസ്സിലൂടെയാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. തുടക്കത്തിലെ പറഞ്ഞു ഓസോണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 2 ലെവലിൽ നമുക്ക് ഓസോൺസ് കാണുന്നുണ്ട്. ഒന്ന് സ്ട്രാറ്റോസ്ഫിയറിൽ, അതായത് ഭൂമിയുടെ അടുത്ത് കിടക്കുന്ന അന്തരീക്ഷത്തിന്റെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിൽ ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിൽ വരുന്ന സ്ട്രാറ്റോസ്ഫിയർ ഒരു 15 കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്ന് 2 കിലോമീറ്റർ ഉള്ളിൽ കാണുന്ന ഓസോൺ തന്മാത്രകളുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലെ മൊത്തം ഓസോണിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ഒരു 10% ഓസോൺ ഭൂമിയോട് ചേർന്ന് കിടക്കുന്നുണ്ട് സ്ട്രാറ്റോസ്ഫിയറിൽ. ബാക്കി 90% വരുന്ന ഓസോൺ തന്മാത്രകളാണ് സ്ട്രാറ്റോസ്ഫിയറിൽ വരുന്നത്. അപ്പൊ ഈ ട്രോപ്പോസ്ഫിയറിൽ വരുന്ന ഓസോണിനെ നമ്മൾ ബാഡ് ഓസോൺ എന്നാ പറയുന്നത്. എന്താന്ന് വെച്ചാല് ഭൂമിയുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ഈ ഓസോൺ, ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഓസോൺ. അത് അന്തരീക്ഷത്തിന്റെ ചൂട് കൂട്ടി ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്ലോബൽ വാർമിംഗ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണമാകുന്നതാണ് അന്തരീക്ഷത്തിനോട് ട്രോപ്പോസ്ഫിയറിനോട് ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഓസോൺ ഉണ്ടാക്കുന്നത്. പക്ഷെ ഗുഡ് ഓസോൺ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയറിൽ വരുന്ന ഓസോണാണ് ഗുഡ് ഓസോൺ. അതെന്താ ചെയ്യുന്നത്? അൾട്രാവയലറ്റ് രശ്മികളെ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് കടത്തി വിടാതെ അതിനെ ഒരു കവചമായിട്ട്, ഭൂമിക്ക് ഒരു കവചമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണിനെ നമ്മൾ ഗുഡ് ഓസോൺ എന്ന് പറയുന്നത്. ഈ ഗുഡ് ഓസോൺസ് ആണ് മനുഷ്യന്റെ ആരോഗ്യത്തെയും വിളകള്, ഫുഡ് ക്രോപ്സിന്റെയും പിന്നെ ആവാസ വ്യവസ്ഥയെയും എല്ലാതും സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അപ്പൊ ഈ ബാഡ് ഓസോൺ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് കാരണം കൊണ്ടാണ് ഈ സർഫസ് ഓസോൺ ബാഡ് ഓസോൺ ഉണ്ടാവുന്നത്. അത് കാരണം കൊണ്ട് മനുഷ്യന്റെ ആരോഗ്യത്തെയും ക്രോപ്പ് പ്രൊഡക്ഷനും സാധാരണ വെജിറ്റേഷനും എല്ലാം ബാധിക്കുന്നുണ്ട് ഈ ബാഡ് ആയിട്ടുള്ള ഓസോൺസ്. സോ ഓസോൺ പാളി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ 14 to 45 കിലോമീറ്റേഴ്സ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 14-45 കിലോമീറ്ററിന്റെ ഇടയിൽ കാണപ്പെടുന്ന ഓസോൺ കൂടുതലുള്ള ഒരു പാളിയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പാളിയായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുക എന്നതാണ് ഓസോൺ ലെയറിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓസോൺ പാളി പ്രവർത്തിക്കുന്നത്? അത് സ്ട്രോങ്ങർ ആയിട്ടുള്ള, സൂര്യനിൽ നിന്ന് വരുന്ന പല വേവ് ലെങ്തിലുള്ള തരംഗദൈർഘ്യം വരുന്ന പല രശ്മികൾ വരുന്നുണ്ട്. അൾട്രാവയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന പല വേവ് ലെങ്തിലുള്ള രശ്മികൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓസോണിന്റെ ജോലി എന്താന്ന് വെച്ചാല് 0.3 µm
തരംഗദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് പോലുള്ള രശ്മികളെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്നു. പിന്നെ അതിൽ കൂടുതലുള്ള 0.3 µm കൂടുതൽ തരംഗദൈർഘ്യം വരുന്ന വിസിബിൾ ഇൻഫ്രാറെഡ് പോലുള്ള കിരണങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നു. ഇതാണ് ഓസോണിന്റെ ജോലി. അപ്പോൾ ഈ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വിബ്ജിയോർ എന്നൊക്കെ പറയുന്ന അതാണ് വിസിബിൾ ലൈറ്റ്. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആണ് ഇൻഫ്രാറെഡ് രശ്മികൾ. അൾട്രാവയലറ്റ് രശ്മികൾ സൺബേണിനൊക്കെയാണ് കാരണമാകുന്നത്. സൂര്യാഘാതം പോലുള്ള ഉണ്ടാവാൻ കാരണം അൾട്രാവയലറ്റ് രശ്മികളാണ്. അപ്പം ഓസോൺ എന്താ ചെയ്യുന്നത്? ഈ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യാണ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ഭൂമിയിലേക്ക് വന്ന ജീവജാലങ്ങൾക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഓസോൺ ചെയ്യുന്നത് ഒരു ജീവജാലങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഈ ഓസോൺ ഈ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് കടത്തിവിടാതെ സംരക്ഷിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. നമ്മൾ ഓസോണിനെ പറ്റി എവിടെ കാണുന്നു അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നുള്ള വാക്ക്. എന്താന്ന് വെച്ചാൽ 1970കളിലാണ് ഈ ഓസോൺ പാളിയുടെ പ്രാധാന്യത്തെ പറ്റി ശാസ്ത്രജ്ഞന്മാർക്ക് അറിവുണ്ടായി തുടങ്ങുന്നത്. അപ്പോൾ ഈ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ അതിന്റെ നാശത്തിന് കാരണമാകുന്ന എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടെന്ന് മനസ്സിലാവുകയും അതിന്റെ പ്രൊഡക്ഷനെ എങ്ങനെ ലഘൂകരിക്കാം, അത് എങ്ങനെയാണ്, എന്താവശ്യങ്ങൾക്കാണ് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നത്, ഏതൊക്കെയാണെന്ന് തരംതിരിക്കുകയും അതിന്റെ ഉൽപാദനത്തെ ലഘൂകരിക്കുകയും ചെയ്യുന്നത് ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന് ശേഷമാണ്. അത് ആ സമ്മേളനത്തിൽ 1987 16th സെപ്റ്റംബറിലാണ് ലോകരാജ്യങ്ങൾ ഒത്തുകൂടി ഈ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ ഉൽപാദനം നിർത്താനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി എഗ്രിമെന്റിൽ ഒപ്പുവെച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പൊ കാണുന്ന ഓസോൺ ഡിപ്ലീഷൻ കുറയാനായിട്ട് കാരണമായിട്ടുള്ളത്. ഇതിനു മുന്നേ ഈ 70s മുന്നൊന്നും ഈ വസ്തുക്കൾ, ഈ പ്രത്യേക വസ്തുക്കൾ, ഈ CFC പോലുള്ള വസ്തുക്കളാണ് ഓസോൺ നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ അതിന്റെ മനസ്സിലായത് ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ അതിന് ശേഷമാണ്. പിന്നെ ഈ വർഷത്തെ 16 സെപ്റ്റംബർ 2021 ഓസോൺ ഡേയുടെ മുദ്രാവാക്യം ഇതാണ്: മോൺട്രിയൽ പ്രോട്ടോകോൾ കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻസ് കൂൾ. ഇതാണ് ഈ വർഷത്തെ ഓസോൺ ഡേയുടെ മുദ്രാവാക്യം വരുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ സമ്മേളനത്തിന് ശേഷമാണ് ഓസോണിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത്. അതിനുശേഷം ഓസോൺ പാളിനെ എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്ന് ഓരോ വർഷം മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചും ഹോട്ട് എയർ ബലൂൺസും ഡിഫറെന്റ് സ്റ്റേഷൻസ് അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിട്ടും, അന്റാർട്ടിക്കയിൽ ആണ് ആ ഓസോൺ ഹോൾ കാണുന്നത് പറഞ്ഞു. അപ്പോൾ അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മോണിറ്റർ ചെയ്തപ്പോൾ കിട്ടിയ എത്രത്തോളം ഉണ്ട് അതിന്റെ വ്യാപ്തി, ഓസോൺ ഹോളിന്റെ വ്യാപ്തി, ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള ആ ലെയറിന്റെ വ്യാപ്തി എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ മനസ്സിലാക്കിയത് ഇപ്പൊ 2021 23 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഏരിയയിലാണ് ഓസോൺ ഹോൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള ഭാഗം ഉള്ളതെന്ന് മനസ്സിലാക്കി. ഏറ്റവും കൂടുതൽ ഓസോൺ ഹോൾ, ഏറ്റവും കൂടുതൽ വ്യാപ്തിയിൽ ഓസോൺ ഹോൾ കണ്ടത് ഇത്ര നാളത്തെ പഠനത്തിൽ മനസ്സിലാക്കിയത് 2006 26.6 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയയില് ഈ ഓസോൺ ഹോള് ഉണ്ടായിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ വ്യാപ്തി എന്ന് പറയുന്നത് 3.28
മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ എത്ര ഇരട്ടി, ഇന്ത്യയുടെ സൈസിനെക്കാട്ടും ഏരിയനെക്കാട്ടും എത്ര വലുപ്പത്തിലാണ് ഈ ഓസോൺ ഹോൾ ഉള്ളത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഭീകര അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഇത്രയും സ്ക്വയർ കിലോമീറ്റർ പരന്ന് കിടക്കുന്നതാണ് ഈ ഓസോൺ ഹോള് എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ്, അപ്പൊ എത്രത്തോളം UV റേഡിയേഷൻസ് ഭൂമിയിലേക്ക് അത് മൂലം വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓസോണിന്റെ നശീകരണത്തിന് കാരണമായ വസ്തുക്കൾ എന്ന് പറയുന്നത് ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോകാർബൺസ്, ഹാലോൺസ്, CFC, മീഥൈൽ ബ്രോമൈഡ്, മീഥൈൽ ക്രോമോഫോം, കാർബൺ ടെട്രാക്ലോറൈഡ്, ക്ലോറിൻ ബ്രോമിൻ സംയുക്തങ്ങൾ ആണ് കൂടുതലായിട്ട് ഈ ഓസോണിന്റെ നശീകരണത്തിന് കാരണമാകുന്നത്. അപ്പൊ ഇതിന്റെ ഉൽപാദനവും കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ചിലത് നിരോധിച്ച വസ്തുക്കളാണ്. ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന് ശേഷമാണ് ഇതിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് രാജ്യങ്ങൾക്ക് മനസ്സിലാവുകയും അത് അതിന്റെ ഉൽപാദനത്തിനെ കുറയ്ക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് ഓസോൺ ഡിപ്ലീറ്റിംഗ് ODS സബ്സ്റ്റൻസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 2070 കൂടി 2070 ആവുമ്പോഴേക്കും ഈ ഓസോൺ ഹോള് റിക്കവർ ആകുമെന്നും അത് ഹീലാവുമെന്നും പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓഗസ്റ്റ് തുടങ്ങി ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ എങ്ങനെയാണ് ഓസോൺ ഹോളില് അതിന്റെ ആ ഹോളിന്റെ വ്യാപ്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, എങ്ങനെയാണ് ഓസോൺ ലെയറിന് നാശം സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ CFC പോലുള്ള കോമ്പൗണ്ട്സിന്റെ അത് അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തി അതിന്റെ വിഘടനം കാരണം റിലീസാവുന്ന ക്ലോറിൻ പോലുള്ള വാതകങ്ങൾ അത് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണുമായിട്ട് പ്രവർത്തിച്ചിട്ട് ആ ഓസോണിനെ വിഘടിപ്പിച്ച് ഓക്സിജൻ തന്മാത്രകളായിട്ടും ക്ലോറിൻ മോണോക്സൈഡ് പോലുള്ള തന്മാത്രകളായിട്ട് മാറ്റുന്നു. പിന്നെ ഈ ഓസോണിൽ നിന്ന് ഓക്സിജൻ കഴിഞ്ഞിട്ട് വരുന്ന ഓക്സിജൻ ആറ്റംസ് ഈ ക്ലോറിൻ മോണോക്സൈഡ് തന്മാത്രയായിട്ട് ചേർന്ന് വീണ്ടും ക്ലോറിൻ ആവുകയും പിന്നെ ഓക്സിജൻ ആയിട്ട് വിഘടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ക്ലോറിൻ കാരണം കൊണ്ട് ശരിക്കും ഒരു കാറ്റലിസ്റ്റ്, ഉൽപ്രേരകമായിട്ടാണ് ഈ ക്ലോറിൻ പ്രവർത്തിക്കുന്നത്. ഈ ക്ലോറിൻ കാരണം ഈ ഒരു ലക്ഷക്കണക്കിന് ഓസോൺ തന്മാത്രകളാണ് വിഘടിച്ച് ഓക്സിജനായിട്ട് മാറുന്നത്. അപ്പൊ ഈ ക്ലോറിൻ, ഒരു ക്ലോറിന് ഇത്ര ഒരുപാട് ലക്ഷക്കണക്കിന് ഓസോൺ തന്മാത്രകൾ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വീണ്ടും വീണ്ടും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓസോണില്, സ്ട്രാറ്റോസ്ഫിയറിൽ, ഓസോൺ പാളിയില് ഓസോണിന്റെ കുറവ് സംഭവിക്കുകയും ആ ഭാഗത്ത് ഓസോൺ ഹോള് ഫോം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ എന്തിനാണ് ഈ ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത്? ഹ്യൂമൻ ഹെൽത്തിനെ, മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഈ ഡയറക്റ്റ് സൂര്യനിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് അൾട്രാവയലറ്റ് രശ്മികൾ ഓസോൺ അബ്സോർബ് ചെയ്തില്ലെങ്കിൽ നേരെ ഭൂമിയിൽ വന്നിട്ട് സ്കിൻ ക്യാൻസറിനും മാലിഗ്നന്റ് മെലനോമ, സൂര്യാഘാതം, പെട്ടെന്ന് പ്രായമാകുന്നത്, കണ്ണിനുള്ള അസുഖങ്ങള്, അന്ധത, പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മനുഷ്യന് സംഭവിക്കുന്നു. അനിമൽസിനാണെങ്കിൽ സ്കിൻ ആൻഡ് ഐ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വരുന്നുണ്ട്. പ്ലാന്റ്സിനാണെങ്കിൽ അതിന്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും അതിന്റെ ഉൽപാദനക്ഷമത കുറയ്ക്കുകയും പിന്നെ ക്രോപ്പിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ഈ UV റേഡിയേഷൻസ് കാരണം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ മറൈൻ ലൈഫ് ആണെങ്കിൽ ഈ കടലിൽ ഉണ്ടാകുന്ന ഈ പ്ലാങ്ക്ടൺസ് ആൻഡ് സൂപ്ലാങ്ക്ടൺസ് അതെല്ലാം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് കടലിൽ. അപ്പൊ അവർക്ക് നാശം സംഭവിക്കുന്നത് ഈ UV റേഡിയേഷൻസ് കാരണം കൊണ്ട് സംഭവിക്കുന്നുണ്ട്.
അപ്പൊ അത് നശിക്കുമ്പോൾ മറൈൻ ഫുഡ് ചെയിൻ, ഭക്ഷ്യ ശൃംഖലയെ തന്നെ അത് ബാധിക്കും. അപ്പോൾ മറൈൻ ലൈഫിനും ദോഷം ചെയ്യുന്നതാണ് ഈ UV റേഡിയേഷൻസ്. അപ്പോൾ ഓസോൺ ലെയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഭൂമിയെ തന്നെ സംരക്ഷിക്കുന്ന അതിന് തുല്യമാണ്. അപ്പോൾ അതിനുള്ള നാശം, ഓസോൺ ലെയറിന് നാശം സംഭവിച്ചാൽ ഇതിനെല്ലാത്തിനെയും, ഹ്യൂമണും അനിമൽസ്, പ്ലാന്റ്സ്, മറൈൻ ലൈഫിനെ എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓസോൺ ലെയർ. ഈ UV റേഡിയേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ സൺസ്ക്രീൻസ് ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങുക. പിന്നെ ഇപ്പോൾ വെതർ ഫോർകാസ്റ്റ് അതിൽ UV ഇൻഡെക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് കൂടുതൽ ഈ മെലാനിൻ ഇതിൽ ബോഡിയിൽ കുറവുള്ള ലൈറ്റ് കളർ ആയിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതൽ UV റേഡിയേഷൻ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 to +11 ആണ് ആ സ്കെയിൽ വരുന്നത് UV ഇൻഡെക്സിന്റെ. അപ്പോൾ അത് നോക്കിയിട്ട് വെതർ ഫോർകാസ്റ്റിൽ കാണിക്കുന്ന അത് കൂടുതലാണോ, ചൂട് അന്ന് UV റേഡിയേഷൻ കൂടുതലുള്ള ദിവസമാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് പുറത്തിറങ്ങുക, സൺ എക്സ്പോഷേഴ്സ് കുറയ്ക്കുക. പിന്നെ നമ്മൾ നമുക്കറിയാം ഈ CFCs കാണുന്നത് റിഫ്രിജറേറ്ററിൽ, കൂളന്റ്, എയർ കണ്ടീഷണേഴ്സിലൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻസ്, CFCയുടെ പ്രൊഡക്ഷൻസ് ശ്രദ്ധ, ഈ ഓസോണിനെ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയത് കാരണം അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയ എക്യുപ്മെന്റ്, കൂളൻസ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ, ഇപ്പൊ കാർ കൂളന്റ് ആയാലും AC ആയാലും ഫ്രിഡ്ജ് പോലുള്ളതൊക്കെ മേടിക്കുകയാണെങ്കിലും ഓസോൺ ഫ്രണ്ട്ലി ആണോ, അത് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങുക. പിന്നെ ഈ പഴയ എക്യുപ്മെന്റ്സിൽ ഒക്കെ CFC ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, അത് അന്തരീക്ഷത്തിലേക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന്റെ ഡിസ്പോസൽ, അതിന്റെ ഉപയോഗശൂന്യമായിട്ടുള്ളത് ഒഴിവാക്കുമ്പോൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് വേണം ഒഴിവാക്കാനായിട്ട്. ആൻഡ് പിന്നെ ലീക്സ് ഉണ്ടോ എന്ന് റെഗുലർ സർവീസിംഗ് ഒക്കെ നടത്തി ഈ CFC അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് തടഞ്ഞ് നമുക്കൊരു പരിധി വരെ ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് നമ്മൾ കാരണം കൊണ്ട് അന്തരീക്ഷത്തിൽ കലരുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ ലിസണിങ് ദിസ് ടോക്ക്.